ഈ 5 പഞ്ചായത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു നിലപാടും എടുക്കാതെ മുന്നോട്ട് പോയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നമുക്കറിയാം, യുദ്ധസമാനമായ ഒരു അവസ്ഥയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനവും എടുക്കാതെ മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂതത്താൻകെട്ട്, തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം തുടങ്ങിയ കൊണ്ട് മനോഹരമായ കോതമംഗലം നിയോജകമണ്ഡലത്തിലാണ് ഞാൻ ഈ പുലർക്കാലത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഒരു കലാപകാരിയെ കാണാൻ വേണ്ടിയാണ്. ഈ കോതമംഗലം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഏറ്റവും വലിയ സെൻ്ററാണ്. അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം മരിച്ച ആളുകൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു കലാപകാരി, അത് മറ്റാരുമല്ല, ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് നേതാവായ ഷിബു തെക്കുംപറാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, കേരളത്തിലെ വലിയ ബിസിനസ് മാഗ്നറ്റ് കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കളെ അറിയപ്പെടുന്നത് താങ്കൾ വലിയ കലാപം സൃഷ്ടിക്കുന്നു എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. എന്താണ് താങ്കൾ ഇങ്ങനെ കലാപമൊക്കെ സൃഷ്ടിക്കുന്നത്? ഞാനൊരു കലാപവും സൃഷ്ടിക്കുന്നില്ല. കോതമംഗലം നിയോജകമണ്ഡലം നമുക്കറിയാം, വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ്. ഈ 5 പഞ്ചായത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു നിലപാടും എടുക്കാതെ മുന്നോട്ട് പോയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8 പേരാണ് കാട്ടാനയുടെ ആക്രമണത്താൽ മരണപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുകയുണ്ടായി. എന്ന് മാത്രമല്ല, കുടിയേറ്റ കർഷകർക്ക് വലിയ ദുരന്തങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. 5000-ഓളം ഏക്കർ കൃഷി കഴിഞ്ഞ 10 വർഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നമുക്കറിയാം, യുദ്ധസമാനമായ ഒരു അവസ്ഥയാണ്. ജീവിക്കാൻ വേണ്ടി, തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ 5 പഞ്ചായത്തിലെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുക. താങ്കളൊരു ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീ ആനയുടെ ചവിട്ടേറ്റ് മരിച്ച ശേഷം അവിടെ വലിയ കലാപം ഉണ്ടാക്കി എന്നുള്ള പേരിൽ കേസെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കളെ ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെന്നാണ് ഞാൻ മനസ്സിലായത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ദിരാമ്മയുടെ മരണം വളരെ ദുഃഖകരമായിപ്പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു മരണമായിരുന്നു നേര്യമംഗലത്ത് ഇന്ദിരാമ്മയ്ക്കുണ്ടായത്. കാഞ്ഞിരംവേലിയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗം രാവിലെ കൃഷി ചെയ്യാൻ തൻ്റെ പുരയിടത്തിലേക്ക് പോയ ഇന്ദിരാമ്മയെ കാട്ടാന ആക്രമിച്ച് മൃഗീയമായി കൊലപ്പെടുത്തുകയുണ്ടായി. ഈ ഇന്ദിരാമ്മയുടെ മൃതദേഹം കോതമംഗലം ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ എത്രയും വേഗം പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിട്ടുകൊടുക്കാനുള്ള വലിയ ശ്രമമാണ് സർക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും നടത്തിയത്. അപ്പോൾ അതിനെതിരെ ശക്തമായ സമരം ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മാത്യു കുഴൽനാടൻ, അതോടൊപ്പം തന്നെ MP ഡീൻ കുര്യാക്കോസ്, ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിരോധിച്ചു. ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടത് ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. അതോടൊപ്പം തന്നെ ഇന്ദിരാമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണം. അന്ന് 1 രൂപ പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാവാതെ എങ്ങനെയെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിട്ടുകൊടുക്കാനാണ് അവർ ശ്രമിച്ചത്. ഞങ്ങൾ ഇന്ദിരാമ്മയുടെ മൃതദേഹവുമായി സമരം ചെയ്തതിൻ്റെ ഫലമായി അന്നത്തെ കളക്ടറും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൂടി അടിയന്തരമായി 10 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. ഈ 4 പഞ്ചായത്തുകൾ, എനിക്ക് തോന്നുന്നു 4 പഞ്ചായത്താണ് ഈ വന്യമൃഗങ്ങളുടെ വല്ലാത്ത ശല്യത്തിലാണ്. പിണ്ടിമന 5 പഞ്ചായത്ത്, കുട്ടമ്പുഴ, അതേപോലെയുള്ള 5 പഞ്ചായത്തുകൾ. അപ്പോൾ ഈ പഞ്ചായത്തുകളിലൊക്കെ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും മൃഗങ്ങളുടെ ശല്യം കാരണം അവിടെ നാട് വിട്ടു പോകുന്നു എന്നുള്ള, അവിടെ പലായനം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇതിന് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുക. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഒരു നടപടിയും
കഴിഞ്ഞ 10 വർഷമായി ഈ വന്യമൃഗശല്യത്തിനെതിരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഫെൻസിങ് സ്ഥാപിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോയി. ഏതാണ്ട് കോട്ടപ്പടി പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് 3.5 കോടി രൂപ മുടക്കിയാണ് ഫെൻസിങ്ങിൻ്റെ പദ്ധതി വനംവകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന് സ്ഥലം MLA നടത്തിയത്. പക്ഷേ 6 ആഴ്ച പോലും ആ ഫെൻസിങ് നിന്നില്ല. ഗേജ് കുറഞ്ഞ കമ്പികൾ ഉപയോഗിച്ച് അഴിമതി നടത്താൻ വേണ്ടി ആ ഫെൻസിങ് പദ്ധതി ഉപയോഗിച്ചതിൻ്റെ ഫലമായി ആ ഫെൻസിങ് എല്ലാം ആനകൾ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇവിടെ ഫെൻസിങ് കൊണ്ടൊന്നും ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയില്ല. ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് ട്രെഞ്ച് താത്തുക എന്നുള്ളതാണ്. ട്രെഞ്ച് താത്തി ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ഈ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാവുന്നില്ലല്ലോ. ഇപ്പോൾ കോതമംഗലത്ത് നിരവധി ഫോറസ്റ്റ് സ്റ്റേഷനുകളുണ്ട്, നിരവധി ട്രെയിനിങ് സെൻറ്ററുകളുണ്ട്. അവിടെയൊക്കെ ട്രെഞ്ച് താത്തിയാണ് ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ ആ നിലയിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർക്കും കുടിയേറ്റ ജനതയ്ക്കും ട്രെഞ്ചുകൾ താത്തുവാനും ആ നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹാരം കാണാനും ഗവൺമെൻറ് മുന്നോട്ട് പോകാതെ കർഷകരെ വെല്ലുവിളിക്കുന്ന നിലപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്നാൽ ഇവിടുത്തെ MLA പറയുന്നത് ആൻ്റണി ജോൺ അല്ലേ, അദ്ദേഹം പറയുന്നത് ഇവിടെ എല്ലാ തരത്തിലും സംരക്ഷണം കൊടുത്തിട്ടുണ്ട്, ഇവർ വെറുതെ കലാപം ഉണ്ടാക്കുകയാണ്, അതേപോലെ ഇവിടെ എല്ലാ തരത്തിലും പുരോഗതി വന്നിട്ടുണ്ട്, റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ഇവിടെ ആശുപത്രികൾ നിർമ്മിച്ചിട്ടുണ്ട് പുതിയതായിട്ട്, ഇവിടെ എല്ലാം കൊണ്ടും സെറ്റിൽഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലം കോതമംഗലം നിയോജക മണ്ഡലം വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ്. ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനവും എടുക്കാതെ മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. MLAയും ആ കാര്യത്തിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല. എല്ലാ പദ്ധതികളും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. തങ്കളം കാക്കനാട് റോഡ് നമുക്കറിയാം. ഇന്ന് കാക്കനാട് കോതമംഗലത്തിൻ്റെ ഹൈറ്റി ഹബ്ബാണ്. അവിടെ വലിയ വികസനം നടക്കുമ്പോൾ തങ്കളം കാക്കനാട് റോഡ് വിഭാവനം ചെയ്ത് 30 കിലോമീറ്റർ കൊണ്ട് 4 വരി പാതയായി കാക്കനാട് എത്താൻ വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് TU കുരുള MLA ആയിരിക്കുമ്പോൾ ഏതാണ്ട് 1 കിലോമീറ്റർ 4 വരി പാത പൂർത്തിയാക്കി. തുടർന്ന് വന്ന ഈ ഗവൺമെൻറ് ആ പദ്ധതി ഉപേക്ഷിക്കുകയുണ്ടായി. അന്ന് 1 കിലോമീറ്റർ പൂർത്തിയാക്കാൻ ആ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ തുടർന്ന് വന്ന LDF ഗവൺമെൻറ്റും ഈ MLAയും പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. കോതമംഗലത്തിന് എത്രയോ വികസന സാധ്യതയുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു തങ്കളം കാക്കനാട് റോഡ്. അത് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പദ്ധതി നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഹോസ്പിറ്റൽ, പുതിയ വലിയ ഹോസ്പിറ്റൽ കെട്ടിടക്കം ഉണ്ടാക്കിയില്ലേ, ഇതുവരെ കോതമംഗലത്തിന് ഉണ്ടാവാത്ത വലിയ വികസനമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു നിർമ്മാണ പ്രവർത്തനവും ആശുപത്രിയുടെ കാര്യത്തിൽ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പഴയ കെട്ടിടങ്ങൾ നവീകരിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ നടപടികൾ സ്വീകരിച്ചൊഴിച്ചാൽ കോതമംഗലം ആശുപത്രി ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ആദിവാസികളടക്കമുള്ള ഈ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വന്ന് കൂടുന്ന ധാരാളം രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല. വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് കോതമംഗലത്തെ സർക്കാർ ആശുപത്രി അഭിമുഖീകരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് ആദിവാസി. എല്ലാ മണ്ഡലം പോലെയല്ല, ഇവിടെ ആദിവാസികൾ ഏറ്റവും കൂടുതലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ പദ്ധതികളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് MLA പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കറിയില്ല എന്ത് പദ്ധതിയാണ് ആദിവാസികൾക്ക് ഒരുക്കിയതെന്ന് MLA ജനങ്ങളോട് പറയണം. ഇന്ന് മണികണ്ഠൻചാൽ പാലം, ഇഞ്ചത്തൊട്ടി പാലം, ബംഗ്ലാവ് കടവ് പാലം, ഇതെല്ലാം ആദിവാസി ഉന്നതികളിലേക്കുള്ള പാലങ്ങൾ
ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് തുടങ്ങി വെച്ചതാണ്. ആ പാലങ്ങളൊന്നും നടപ്പിലാക്കുവാൻ ഈ MLAക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു നടപടിയും ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പാലങ്ങളില്ലാത്ത ഒരു നിയോജകമുള്ള ജനങ്ങൾ ജങ്കാറും വള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് ആദിവാസി ഉന്നതികളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഒരു തരത്തിലുള്ള നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ആദിവാസി മേഖലയിലുള്ള റോഡുകളുടെ കാര്യത്തിൽ, റോഡുകളുടെ നവീകരണം, പുതിയ റോഡുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതേപോലെ അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനിയായിട്ട് കോതമംഗലത്തെ ഡെവലപ്പ് ചെയ്തു. തട്ടേക്കാടും അതേപോലെ ഭൂതത്താൻകാട് അടക്കമുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ വൻ കുതിപ്പാണ് ടൂറിസം മേഖല ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച്? ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളുള്ള ഒരു നിയോജകമണ്ഡലമാണ് കോതമംഗലം. ഈ ടൂറിസം വികസിപ്പിക്കുവാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ MLA ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പൂത്താൻകെട്ട് അനന്ത സാധ്യതകളുള്ള പ്രദേശമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നമുക്കറിയാം, വിദേശ ടൂറിസ്റ്റുകളടക്കം ധാരാളം ആളുകൾ വന്നു പോകുന്ന ഇടങ്ങളാണ് ഇവയെല്ലാം. ഇവിടെ ഒന്നും ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത പോയ 10 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തിനു വേണം അവിടെ ബോട്ട് സർവീസ് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ്. സ്വകാര്യ വ്യക്തികൾ ബോട്ടുകൾ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷമായി ഈ സർക്കാരിൻ്റെ മുന്നിൽ അപേക്ഷയുമായി ചെന്നിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ആ ബോട്ട് സർവീസിന് അനുമതി കൊടുത്തത്. ഇങ്ങനെ ടൂറിസത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാ തരത്തിലും മുന്നേറാൻ കഴിയുന്ന, വലിയ വികസന സാധ്യതയുള്ള, നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന വിനോദസഞ്ചാരത്തെ എല്ലാ തരത്തിലും തകർക്കുന്ന നിലപാടിലേക്കാണ് ഈ ഗവൺമെൻറ് പോയത്. ഈ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കേരളത്തിൽ ഭരിച്ചത് പിണറായി വിജയനാണ്. ഇവിടുത്തെ MLA LDFിൻ്റെ CPMൻ്റെ നേതാവാണ് MLA ആയത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇവിടെ അവർ നടത്തിയിട്ടുള്ള വലിയ പുരോഗതി, ഇന്ത്യയിൽ എല്ലാം മാതൃകയായിട്ടുള്ള വലിയ പുരോഗതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോതമംഗലത്ത് അനന്ത സാധ്യതകളുള്ള പുരോഗതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എന്താണ് അതിനെക്കുറിച്ച്? ഞാനതാ പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കോതമംഗലത്തിന് നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങൾ, വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച 10 വർഷങ്ങൾ, അതാണ് കോതമംഗലം കണ്ടത്. ഐക്യജനാധിപത്യ മുന്നണി ആരംഭിച്ച പദ്ധതികളാണ് തങ്കളം കാക്കനാട് റോഡ്. അതോടൊപ്പം തന്നെ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, 10 ഏക്കർ സ്ഥലമാണ് ആ സ്റ്റേഡിയത്തിന് വേണ്ടി അന്നത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കരാറുകാരൻ ആ പദ്ധതി ഇട്ടിട്ട് പോയി. ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ആ പദ്ധതി ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് പോയത്. പൂത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, ചൈനയുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോയ ഒരു പദ്ധതിയാണ്. അതും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് പോയിരിക്കുന്നു. പാലങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. നിരവധി പാലങ്ങൾ ആവശ്യമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഒരു പാലം പോലും നിർമ്മിക്കുവാൻ 10 വർഷം കൊണ്ട് ഈ സർക്കാരിനോ MLAക്കോ കഴിഞ്ഞിട്ടില്ല. എത്രയോ കാര്യങ്ങൾ, കോതമംഗലത്തെ ടൗൺ ഹാൾ, എത്രയോ നിയോജകമണ്ഡലം ആസ്ഥാനങ്ങളിൽ ടൗൺ ഹാളുണ്ട്. പക്ഷേ കോതമംഗലത്ത് മാത്രമാണ് ടൗൺ ഹാളില്ലാത്ത ഏക നിയോജകമണ്ഡലം. ഇവിടെ ഒരു ക്രിമിറ്റോറിയം വേണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം, ഇത് 10 വർഷമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. ഇങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ ഒരു പുതിയ പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാത്ത, ഐക്യജനാധിപത്യ മുന്നണി ആരംഭിച്ച പദ്ധതികൾ എല്ലാം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു സർക്കാരും ഒരു MLAയുമാണ് കോതമംഗലത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജോസ് കെ മാണി പറയുന്നത് ഇത്തവണത്തോട് കൂടിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇല്ലാതാകും എന്നാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾ കഴിഞ്ഞ തവണ അവിടെ തോൽക്കുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ
ഒരു കേരള കോൺഗ്രസ്സേ ഉണ്ടാവുകയുള്ളൂ. അത് പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആയിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ജനങ്ങൾ പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കർഷകരുടെ വലിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വലിയ നേതൃത്വം വഹിക്കുന്ന ഈ പാർട്ടിയുടെ ഒപ്പമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തെളിയിക്കാൻ പോവുകയാണ്. അതായത് താങ്കൾ പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഈ ഇലക്ഷനോടുകൂടി ഇല്ലാതാകും എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറയുന്നു, ഒരു കേരള കോൺഗ്രസ്സേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലുണ്ടാവുകയുള്ളൂ. അത് പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആയിരിക്കും. താങ്കൾ അങ്ങനെയുള്ള കോതമംഗലം, അതായത് കോതമംഗലം പൊതുവേ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ്, കേരള കോൺഗ്രസ് ശക്തിയുള്ള സ്ഥലമാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഈ നാട്ടുകാരനാണ്, മാത്രം വലിയൊരു ബിസിനസ് മാഗ്നറ്റ് കൂടിയാണ്. എന്നിട്ട് പോലും താങ്കൾ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ്? അപ്പം ഇത്തവണയും ആ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും മത്സരിക്കാൻ കാരണം എന്താണ്? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. പക്ഷേ ആ തെറ്റ് തിരുത്താൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒരാഴ്ചയായി ജനങ്ങളോടൊപ്പം നിന്ന് ഞാൻ പ്രവർത്തിക്കുക. ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് കോതമംഗലത്തിനൊരു മാറ്റം വേണം. കോതമംഗലത്ത് എല്ലാ തരത്തിലും മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ ദുർഭരണത്തിൽ നിന്നും കോതമംഗലത്തെ മോചിപ്പിക്കണം എന്നുള്ള വലിയ ആവശ്യമാണ് കോതമംഗലത്തെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യാതൊരു സംശയവും വേണ്ട, കേരളത്തെയും കോതമംഗലത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്ല, കഴിഞ്ഞ ശേഷം താങ്കൾ തോറ്റ ശേഷം 2 ഇലക്ഷൻ പിന്നെ കഴിഞ്ഞു, ലോക്സഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ. ഈ 2 ഇലക്ഷനിലും എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? 2 തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയ തേരോട്ടമാണ് കോതമംഗലത്തുണ്ടായത്. പ്രിയപ്പെട്ട എം പി ഡീൻ കുര്യാക്കോസ് 20,400 വോട്ടിനാണ് ഭൂരിപക്ഷത്തിനാണ് കോതമംഗലത്ത് മുന്നേറിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 15,000 വോട്ടിൻ്റെ മേൽക്കൈമയുണ്ടായിരുന്നു. അപ്പോൾ വലിയ മുന്നേറ്റം ഈ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരവും ഈ നിയമസഭാ മണ്ഡലത്തെ വീണ്ടെടുക്കുവാനുള്ള വലിയ പോരാട്ടവും നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വിജയമുണ്ടായി? ഇവിടെ ഏതാണ്ട് വലിയ മുന്നേറ്റം, ഏതാണ്ട് 160ഓളം ജനപ്രതിനിധികളെ തന്നെ വിജയിപ്പിക്കാനായിട്ട് മുനിസിപ്പാലിറ്റി, കോതമംഗലം മുനിസിപ്പാലിറ്റി 8 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതായത് ഇക്കഴിഞ്ഞ 2 മാസം മുമ്പ് 3 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണത്തിൽ 14,000-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ നമുക്കുണ്ട്. താങ്കൾ എത്ര വോട്ടിന് ഇവിടെ ജയിക്കും എന്നാണ് താങ്കളുടെ എക്സ്പെക്ടേഷൻ? ഏതായാലും ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിൽ ഒരു സൽഭരണം വരണം. അതോടൊപ്പം തന്നെ ഈ വികസന മുരടിപ്പിൽ നിന്നും കോതമംഗലം നിയോജകമണ്ഡലത്തെ വീണ്ടെടുക്കുവാൻ ശക്തമായി ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുക. താങ്കൾ തോറ്റെങ്കിലും ഈ മണ്ഡലത്തിന് വേണ്ടി എന്താണ് താങ്കൾ ചെയ്തിട്ടുള്ളത്? തോറ്റെങ്കിലും താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ, അല്ല വേറെ നിൽക്കായിരുന്നോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലമായി ജനങ്ങളോടൊപ്പം നിന്നാണ് ഞാൻ പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ കേസ് കൊടുത്തു. നിരവധി കേസുകളാണ് എൻ്റെ പേരിൽ എടുത്തിട്ടുള്ളത്. വന്യമൃഗ ശല്യത്തിനെതിരെ, അതോടൊപ്പം തന്നെ പ്രതിസന്ധിയിലായ ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ, ഈ സർക്കാരിൻ്റെ ദുർഭരണം മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും ഒരു പ്രതിനിധിയായി, അവരുടെ ഒരു സുഹൃത്തായി അവരോടൊപ്പം നിന്ന് ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ശക്തമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ഇലക്ഷനിൽ താങ്കളുടെ തോൽവിക്ക് പ്രധാന കാരണമുണ്ടായത് 2020യുടെ രംഗപ്രവേശമാണെന്നാണ് പലരും പറയുന്നത്. ഇപ്പം 2020യും BJPയും കൂടെ ചേരുമ്പോൾ താങ്കളുടെ വിജയം അട്ടിമറിക്കാൻ കഴിയില്ലേ? ഒരിക്കലുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, എത്ര
ശക്തികൾ രംഗത്ത് വന്നാലും ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വിസ്മയമെന്ന്. ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ എന്താ ഉണ്ടാവും പോണത്? ഒന്നും സംഭവിക്കില്ല. കഴിഞ്ഞ തവണ 8000-ഓളം വോട്ട് അവർ പിടിച്ചിട്ടുണ്ട്, 5000 വോട്ട് BJP പിടിച്ചിട്ടുണ്ട്. അതെന്തായി തീരും ഇവർ രണ്ടും കൂടി ചേരുമ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ജനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ. അപ്പോൾ ആ നിലയിൽ വലിയ ചരിത്ര ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കോതമംഗലത്ത് വിജയിക്കും. ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമുണ്ട്. ഒരു അവസരം ജനങ്ങൾ നോക്കിയിരിക്കുക. ഈ സർക്കാർ വിരുദ്ധ നിലപാട് ജനങ്ങളിൽ എത്രമാത്രമുണ്ട്? സർക്കാരിനെതിരെയുള്ളതാണോ, ഇവിടെ സർക്കാരിന് അനുകൂലമാണോ ജനങ്ങൾ നിൽക്കുന്നത്? സർക്കാർ വിരുദ്ധ വികാരം ശക്തമായി പ്രകടിപ്പിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് കോതമംഗലം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ. അത് സെമി ഫൈനലായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയത്. ഫൈനൽ മത്സരത്തിൽ വലിയ വിജയം നേടാനായിട്ട് കഴിയും. ജനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു സൽഭരണം കേരളത്തിലുണ്ടാകണം. ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. എല്ലാ തരത്തിലും അഭിമാനത്തോടുകൂടി മുന്നേറാൻ കഴിയുന്ന ഒരു നാടാക്കി കോതമംഗലത്തെയും കേരളത്തെയും മാറ്റണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ശബരിമല ഇഷ്യൂ, അവിടെ ഉണ്ടായുള്ള സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കൊള്ളകളും തട്ടിപ്പുകളും എത്രമാത്രം ഈ ഇലക്ഷനെ ബാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സമാനതകളില്ലാത്ത സാമ്പത്തിക ദുരന്തത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. സ്വർണ്ണക്കള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ വിലക്കയറ്റം രൂക്ഷമായ ഒരവസ്ഥ, സർക്കാർ ആശുപത്രികളുടെ ദയനീയമായ സ്ഥിതി, കാർഷിക മേഖല അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സർക്കാർ വിരുദ്ധ വികാരമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കേരള കോൺഗ്രസ്സിൽ തലമുറ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതാണോ നടന്നിരിക്കുന്നത്? PJ ജോസഫ് എന്ന് പറയുന്ന മഹാനായ നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന് മകന് സീറ്റ് കൊടുത്ത് തൊടുപുഴയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കേരള കോൺഗ്രസ് എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ്. PJ ജോസഫ് സാറ് ആരോഗ്യപരമായ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നേ ഉള്ളൂ. കേരള കോൺഗ്രസിൻ്റെ ചെയർമാനും ഈ പാർട്ടിയെ നയിക്കുന്നതും ജോസഫ് സാറ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് അജയ്യ ശക്തിയായി മുന്നേറും. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും ആവേശവും. അദ്ദേഹം ഉറച്ച നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ പാർട്ടിയെ വരും കാലങ്ങളിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളതാണ് പാർട്ടിയുടെ ആവശ്യം. അപ്പോൾ തീർച്ചയായും ചെറുപ്പക്കാർക്കും കർഷകർക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് എന്നും ശക്തമായി മുന്നേറും. താങ്കളൊരു വലിയൊരു ബിസിനസ്സുകാരനാണ്. ഈ ബിസിനസ്സും രാഷ്ട്രീയവും കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു? ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച് കുടുംബം ബിസിനസ് ഒരു വഴിക്ക് പോകുമ്പോഴും KSCയുടെ നിർമ്മല കോളേജിലെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം KSCയുടെ ജില്ലാ പ്രസിഡൻറ്റ്, യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ശക്തമായി മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പിതാവും തുടങ്ങി വെച്ച ബിസിനസ്സിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും മുന്നോട്ട് പോയി. ബിസിനസ് അതിൻ്റെ ഭാഗമായി കുടുംബപരമായ പങ്കാളിത്തത്തോടു കൂടി വളർന്നു എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്താണ് എല്ലാ സമയവും ഞാൻ പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. താങ്കളെ പറ്റി വലിയൊരു ആരോപണം അവർ ഉന്നയിക്കുന്നത്, പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, ഇവർ CPM ഉന്നയിക്കുന്നത്, താങ്കൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വൻ വെട്ടിപ്പ്, നികുതി വെട്ടിപ്പ് നടത്തി താങ്കളുടെ പേരിൽ കേസെടുത്തു. അങ്ങനെ ഒരാൾ എങ്ങനെ ജനസേവകനായി മാറും എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിനെക്കുറിച്ച് എന്താണ് പറയുക? ഒരിക്കലുമില്ല. നമ്മുടെ ബിസിനസ്സും രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു തട്ടിപ്പും നടത്തുന്ന ആളല്ല ഞാൻ. എല്ലാ കാര്യത്തിലും നിയമപരമായ എല്ലാ പരിരക്ഷയും ലക്ഷ്യമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിലൊക്കെ രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് CPM എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. താങ്കളുടെ കുടുംബം? ഭാര്യ, 2 മക്കൾ. മൂത്ത മകൾ ഡോക്ടറാണ്.
ഇളയ മകൾ ബിസിനസ്സിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഭാര്യ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നു, ധാരാളം ആളുകൾ സഹായിക്കുന്നു ഒക്കെ പറയുന്ന ഒരു സംഭവം, അത് എത്രമാത്രം ശരിയാണ്? ഏറ്റവും ഭാര്യയുടെ പേരെന്താണ്? ഭാര്യയുടെ പേര് ബിജിയാണ്. ഭാര്യയുടെ പേര് ബിജി. ബിജി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് നിരവധി വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി വലിയ നേതൃത്വം വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പല പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ബിജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾ ഇവിടെ നിന്ന് പറഞ്ഞു കോതമംഗലം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. എറണാകുളം ജില്ലയിൽ എത്ര സീറ്റുകൾ UDF പിടിച്ചെടുക്കും? യാതൊരു സംശയവും വേണ്ട. എറണാകുളം ജില്ല കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 14 UDF വിജയിക്കും. എല്ലാ സീറ്റിലും വിജയിക്കുന്ന ഒരു ജില്ലയായി എറണാകുളം ജില്ല മാറും. ഇപ്പോൾ ഒരു വലിയ പ്രശ്നം വന്നിരിക്കുന്നത് പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ള പേരിൽ വലിയ പ്രക്ഷോഭം അവിടെ നടക്കണമെന്നിലേക്ക് അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കും എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ലൈവായി നിൽക്കുന്നത്. എന്താണ് ഇതൊക്കെ ബാധിക്കില്ലേ UDFിൻ്റെ പ്രവർത്തനങ്ങളെ? ഒരിക്കലല്ല. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകും എന്ന ഉറച്ച വിശ്വാസമാണുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിൽ എൽദോസ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. MLA എന്ന നിലയ്ക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ജനകീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളി നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ തീർച്ചയായും അംഗീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്ക്. അതായത് എറണാകുളം ജില്ല 14 സീറ്റും UDF നേടും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് താങ്കൾക്കുള്ളത്. കേരളത്തിൽ എത്ര സീറ്റ് നേടും? പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസത്തോടുകൂടി പറയും 100-ൽ പരം സീറ്റുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന്. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള വലിയ പോരാട്ടത്തിലാണ് ജനങ്ങൾ. നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായും നല്ല UDFിനെ എല്ലാ തരത്തിലും നയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് പ്രിയപ്പെട്ട VD സതീശൻ. നല്ല സംഘാടകൻ, മികച്ച വാഗ്മി. അതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഇത്രമാത്രം ഇടപെടാൻ കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് വേറെയില്ല. അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വമാണ് ഐക്യജനാധിപത്യ മുന്നണിയെ എല്ലാ നിലയിലും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. എന്തായാലും ഷിബു തെക്കുംപുറം കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തോറ്റെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. മാത്രമല്ല ഇവിടെയുള്ള വന്യമൃഗ ആക്രമണത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം അറസ്റ്റിലാകേണ്ടി വന്നു. അദ്ദേഹത്തെ കലാപകാരിയായിട്ട് പോലീസ് ചിത്രീകരിച്ചു. അതെ, ജനങ്ങൾക്ക് വേണ്ടി കലാപകാരനായി തീർന്ന ഷിബു തെക്കുംപുറം ഇവിടെ നിന്ന് വൻ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.